നമുക്കൊപ്പം ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ കൂടി അതിഥിയായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, ഇതിപ്പം ആദ്യത്തെ സംഭവമല്ല. ഓരോ ദിവസവും ഒന്ന് പത്രം എടുത്തു നോക്കിയാൽ എത്രയെത്ര അപകടങ്ങളാണ് ഈ റോഡിലെ കുഴി വെട്ടിച്ച് ബൈക്ക് യാത്രക്കാരൻ വീഴുന്നു, പരിക്ക് പറ്റുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങളായി. ഇപ്പം മഴ പെയ്താൽ റോഡിൽ കുഴി, അതായിരുന്നു പണ്ടത്തെ പ്രശ്നമെങ്കിൽ ഇപ്പോൾ മഴ പെയ്തില്ലെങ്കിലും റോഡിൽ കുഴിയാണ്. അതായത് നമ്മുടെ റോഡിനോടും റോഡ് സുരക്ഷയോടും സർക്കാർ കാണിക്കുന്ന ഇറസ്പോൺസിബിലിറ്റിയാണ് ഇതെല്ലാം എടുത്തു കാണിക്കുന്നത്. ഇപ്പൊ താങ്കളുടെ വിഷ്വൽസ് കാണിക്കുന്നത് ടോൾ പാതയാണ്. അതായത് നമ്മൾ ടോൾ ഫീസ് കൊടുത്ത് നമ്മുടെ വാഹനം റോഡിലേക്ക് ഇറക്കാനുള്ള അനുമതി മേടിച്ചിട്ട് ഓടിക്കുകയാണ്. ഇത്തരം റോഡിലാണ് ഇന്നിപ്പോ ഒരു കപ്പിൾ മറിഞ്ഞു വീണ് പരിക്കേറ്റത്. പല ദിവസങ്ങളും പലരും കുഴിയിൽ വീണ് മരിച്ചിട്ടുണ്ട്. ഇതിന് ടോട്ടലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തമില്ലായ്മ ആർക്കാണ്? ടോൾ വിരിക്കുന്ന കമ്പനിക്കില്ല, ദേശീയപാത അതോറിറ്റിക്കില്ല, കൂടാതെ PWD മന്ത്രിക്കോ എഞ്ചിനീയർമാർക്കോ ഇല്ല, പിന്നെ MP-മാർക്കില്ല, MLA-മാർക്കില്ല. നാം പൊതുജനങ്ങൾ റോഡിൽ കുഴിയിൽ വീഴാനും അതുമൂലം പരിക്കേക്കാനും മരിക്കാനും ഒക്കെയുള്ള ഒരു റോഡുകളായിട്ട് കേരളത്തിലെ റോഡുകൾ അധപ്പതിച്ചേക്കാണ്. ഈ പറയുന്ന കാരണങ്ങളൊന്നുമല്ല, ഇത് ടെക്നോളജിയൊക്കെ ആൾറെഡി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ വിഷ്വൽസിൽ കാണുന്ന കുഴികളൊക്കെ തന്നെ BM&AC റോഡുകൾ ഉണ്ടാകാതിരിക്കാൻ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അതിന്റെ ലേയിങ് ടെമ്പറേച്ചർ 120 തൊട്ട് 140 ഡിഗ്രിയിലാണ് ഇത് ലേ ചെയ്യേണ്ടത്. ഇത് കോൺട്രാക്ടറുടെ ലാഭം നോക്കി 10-50 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്തൊരു പ്ലാന്റ് മിക്സിംഗ് പ്ലാന്റ് വെക്കുകയും അത് ടിപ്പർ ലോറിയിൽ ഓടി എത്തുമ്പോഴേക്ക് ഇത് തണുത്തു പോകും. അപ്പം 100 ഡിഗ്രി താഴെ വരുന്ന ഒരു ടെമ്പറേച്ചറിലാണ് ലേ ചെയ്യുന്നത്. അതുമൂലം ഇത് പൊളിഞ്ഞു പോകും. അതേസമയം നിങ്ങൾ വേറൊന്നും വേണ്ട, MC റോഡ് അല്ലെങ്കിൽ പതിബൽ എന്നുള്ള മലേഷ്യൻ കമ്പനി പണിത റോഡുകൾ ഒന്നും തന്നെ ഒരു കല്ല് പോലും ഇളകാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്കറിയാവുന്ന പാലക്കാട് നിന്ന് ഒറ്റപ്പാലം വഴിയുള്ള റോഡ് എത്രയോ വർഷങ്ങൾ, ഒരു 15 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് അതിൽ ചെറിയൊരു പൊട്ടൽ പോലും വന്നത്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള റോഡാണ്. അപ്പൊ അങ്ങനെയും റോഡ് പണിയാമെന്ന് ആളുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പണിയുന്നതെല്ലാം കുഴിയിലാണ് അല്ലെ ശ്രീ ഉപേന്ദ്രനാരായൺ? അതെ, അതാണ് ഈ നിർമ്മാണ ഘട്ടത്തിൽ എങ്ങനെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പണിയണം എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരും സർക്കാരും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ റോഡ് പണി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഴിമതി കേസാണ്. ഏറ്റവും വലിയ അഴിമതികൾ നടക്കുന്നത് റോഡ് പണിയിലും നിർമ്മാണത്തിലും ആണ്.